ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചിന്തകളെ പറ്റിയുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിന്തകളെ പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മൾ കുക്ക് ചെയ്യുന്ന ഓരോ ഭക്ഷണ സാധനത്തിലെയും ഉപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും വലിയ പ്രശ്നങ്ങൾ തന്നെ അത് ഉണ്ടാക്കും. ചിന്തകൾ ഒട്ടുമില്ലാതിരുന്നാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ഒരു ബോധവുമില്ലാത്ത ഒരു രീതിയിലേക്ക് പോകും. അതൊരിക്കലും നല്ലതല്ല. അതുപോലെ തന്നെ കൂടുതൽ ചിന്തിച്ച് യാഥാർത്ഥ്യമല്ലാത്ത രീതിയിലേക്ക് ചിന്തിച്ചു പോകുന്നതും വളരെ പ്രശ്നമുള്ള കാര്യവുമാണ്. ചിന്തകളെ വളരെ കുറഞ്ഞു പോകാതെയും ഒരുപാട് കൂടിപ്പോകാതെയും ഇതിന് രണ്ടിനും ഇടയ്ക്കായിട്ട് പ്രോപ്പർ ആയിട്ട് ചിന്തിക്കാനാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ന്യൂസ് പേപ്പർ നോക്കിയാലും ന്യൂസ് ചാനൽ നോക്കിയാലും സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താലും എല്ലായിടത്തും നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അപകടങ്ങൾ, മരണങ്ങൾ, ആർക്കെങ്കിലും ഉണ്ടായ നെഗറ്റീവ് ഇൻസിഡൻസ്, അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ മീഡിയ വഴി നമ്മളിലേക്ക് എത്തുന്ന ന്യൂസ് കൂടുതലും നെഗറ്റീവ് ന്യൂസുകൾ തന്നെയാണ്. മീഡിയ വഴി മാത്രമല്ല, നമ്മൾ ആളുകൾ സംസാരിക്കുന്നതും കൂടുതലും നെഗറ്റീവ് കാര്യങ്ങളാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആളുകൾക്ക് നെഗറ്റീവ് ന്യൂസിനോട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത്ര പെട്ടെന്നൊന്നും നെഗറ്റീവ് ന്യൂസ് കേൾക്കുന്നത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഈ നെഗറ്റീവ് ന്യൂസ് നമുക്കും മറ്റുള്ളവർക്കും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതുമാണ്. മീഡിയകൾ വഴി നമ്മൾ ലോകത്ത് എവിടെ നടക്കുന്ന നെഗറ്റീവ് ഇൻസിഡൻസും അറിയുന്നുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, അതോർത്ത് വിഷമിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, സ്വന്തം വിഷമങ്ങൾ ഒരുപാടുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കാനുമുണ്ട്. അതിനൊപ്പം വേണം നമ്മൾ ഈ കാര്യങ്ങളും കൂടി ഓർത്ത് വിഷമിക്കാൻ. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ഫോൺ, ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കൂ. അന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ആ ലൊക്കാലിറ്റിയിൽ ഉണ്ടാകുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ അറിയുന്നുള്ളായിരുന്നു, അല്ലെങ്കിൽ വളരെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മൾ അറിയുന്നുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും ഈ പറഞ്ഞ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മാത്രം നമ്മൾ വിഷമിക്കുന്നുള്ളായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഒരുപാട് ലോകത്ത് പലയിടത്തും നടക്കുന്ന പല നെഗറ്റീവ് കാര്യങ്ങളെ ഓർത്ത് നമ്മളിപ്പോൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ റിസൾട്ട് ആയിട്ടുണ്ടാകുന്നത് എന്താണ്? നമ്മൾ ഈ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ട് ആ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായ ആൾക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? ഈ ചിന്തിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് താനും. പ്രയോജനം ഉണ്ടാകുന്നില്ല, പക്ഷേ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകുന്നു. നിങ്ങൾക്ക് സന്തോഷമായിരിക്കാൻ, നിങ്ങൾ സന്തോഷമായിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമാണ് നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് കാര്യങ്ങൾ ഓർത്ത് ചിന്തിച്ചുകൊണ്ട് വേസ്റ്റായി പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഇയാൾ എന്താണ് ഈ പറയുന്നത്? ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊന്നും അറിയണ്ടേ, അന്വേഷിക്കണ്ടേ? അതൊക്കെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ മനസാക്ഷി ഇല്ലാതെ ചിന്തിക്കണമെന്നാണോ പറയുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നെനിക്കറിയാം. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ കാണുക, കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ചിന്തകളെ ഒന്നും ആർക്കും ഇവിടെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ കടന്നുപോയിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോകളിൽ പറയുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലുള്ള ഒരുപാട് നെഗറ്റീവ് ഇൻസിഡൻസ് എൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിലുണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങളെ ഓർത്ത് ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല, എനിക്കൊന്നും അതിനകത്ത് ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെയാണ് എൻ്റെ ചിന്തകൾ മാറ്റാൻ ഞാൻ ശ്രമിച്ചു തുടങ്ങിയത്. അതിനുശേഷം ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ കാര്യങ്ങളിൽ എന്നെക്കൊണ്ട് എന്തെങ്കിലും ഈ നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായ അവർക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അതായത് ചിലപ്പോൾ ഒരു 10 രൂപയോ അല്ലെങ്കിൽ ഒരു 100 രൂപയോ ആ ഫാമിലിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും. ഈ സോഷ്യൽ മീഡിയ കണ്ട് വിഷമിക്കുന്ന ഓരോ ആളുകളും അപകടം പറ്റിയ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുണ്ടായ അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻസിഡൻറ്റ് ഉണ്ടായ ആ ഫാമിലിക്ക് 10 രൂപ വീതം കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റ് ഉണ്ടായ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിലേക്ക് ചെന്നിട്ട് നമുക്ക് നമ്മുടെ പ്രസൻസ് കൊണ്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഫീലിംഗ് അവർക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും. അങ്ങനെ നെഗറ്റീവ് ഇൻസിഡൻറ്റ്, നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്ന നിങ്ങളുടെ അറിവിൽ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് ചിന്തിക്കുകയും ആ കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി വെറുതെ ഈ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുന്ന നിങ്ങൾ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇത്രയും കാര്യം എനിക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ നിങ്ങളവിടെ ശരിക്കും ചെയ്യേണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ചെയ്തും കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ച് ഒരുപാട് നെഗറ്റീവ് റിസൾട്ടുകൾ ചിന്തിച്ചെടുക്കുകയും അത് നിങ്ങളെയും മറ്റുള്ളവരെയും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകാതെ നിങ്ങളെക്കൊണ്ട് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും, പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ചെയ്യുകയും ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ
സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയും മറ്റുള്ളവർക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാകുകയും ചെയ്യും. ഈ രീതിയിലൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്രയോജനകരമായെങ്കിൽ ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഹാപ്പി ആയിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.